الحمد لله الذي جعل لنا الإسلام نورا وجعل لنا القرآن هدى ورحمة وجعل لنا في رسول الله صلى الله عليه وسلم أسوة حسنة وله الحمد في الأولى والآخرة رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ 1 മുതൽ 26 വരെയുള്ള ആയത്തുകൾ സൂറത്തു മറിയമിൽ നിന്നും നമുക്ക് പഠിക്കാൻ സാധിച്ചു. ഇൻഷാ അല്ലാ, ഇന്ന് നമ്മൾ 27 മുതൽ 36 വരെയുള്ള ആയത്തുകളാണ് പരിചയപ്പെടുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എടുക്കുന്ന ഈ പരിശ്രമത്തിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനകളോടെ നമുക്ക് ആരംഭിക്കാം. 27 മുതൽ 36 വരെയുള്ള ആയത്തുകൾ ആദ്യം നമുക്കൊന്ന് പാരായണം ചെയ്തു നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فأتت به قومها تحمله قالوا يا مريم لقد جئت شيئا فريا يا أخت هارون ما كان أبوك امرأ سوء وما كانت أمك بغيا فأشارت إليه قالوا كيف نكلم من كان في المهد صبيا قال إني عبد الله آتاني الكتاب وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا ذلك عيسى ابن مريم قول الحق الذي فيه يمترون ما كان لله أن يتخذ من ولد سبحانه إذا قضى أمرا فإنما يقول له كن فيكون وإن الله ربي وربكم فاعبدوه هذا صراط മുസ്തഖീം. നമുക്കറിയാം, 24, 25, 26 ആയത്തുകളിലെ മറിയം റളിയല്ലാഹു അൻഹയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം അല്ലെങ്കിൽ ഒരു മലക്ക് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതിലാദ്യമല്ല തഹ്സനി, നീ ദുഃഖിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വഹുസി, നീ കുലുക്കിക്കൊള്ളുക, ഇലൈക്കി ബിജിദ്ഇൻ നഖ്ല, ഈന്തപ്പന, തുസാഖിത്ത് അലൈക്കി റുതബൻ ജനിയ, പുതുമയുള്ള അല്ലെങ്കിൽ പുതിയതായി പറിച്ചെടുത്തിട്ടുള്ള ഈത്തപ്പഴം നിനക്ക് മേൽ വീഴ്ത്തിത്തരുന്നതാണ് എന്ന് പറയുകയും അത് തിന്നുകയും കുടിക്കുകയും ചെയ്യുക, അതുപോലെ തന്നെ സന്തോഷം കൊണ്ട് നീ കൺകുളിർക്കുകയും ചെയ്യുക എന്നൊക്കെ പറയുകയാണ്. അതുപോലെ തന്നെ ഇന്നേ ദിവസം ഞാൻ ഒരാളോടും സംസാരിക്കുകയില്ല, എൻ്റെ പരമകാരുണ്യകന് വേണ്ടിയിട്ട് ഞാൻ നേർച്ച നേർന്നിരിക്കുകയാണ്, വ്രതമനുഷ്ഠിക്കുകയാണ് എന്ന് പറയാനും വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം വരുന്ന ആയത്താണ് ഫഅതത് ബിഹി ഖൗമഹ തഹ്മിലുഹു ഖാലു യാ മർയമു ലഖദ് ജിഅ്തി ഷൈഅൻ ഫരിയ. ഇതിൻ്റെ വാക്കുകളുടെ അർത്ഥം നമുക്ക് നോക്കാം. ഫഅതത് ബിഹി, അങ്ങനെ അവൾ അവനെയും കൊണ്ടു ചെന്നു. അതായത് ഈസാ നബി അലൈഹിസ്സലാമയും കൊണ്ട് മറിയം റളിയല്ലാഹു അൻഹ ചെല്ലുകയാണ്. എങ്ങോട്ടാ ചെന്നത്? ഖൗമഹ, അവളുടെ ജനങ്ങളുടെ അടുക്കൽ.
തഹ്മിലുഹു അവനെ വഹിച്ചു കൊണ്ട് എടുത്തുകൊണ്ട്, ഖാലു അവർ പറഞ്ഞു, യാ മറിയം ഏ മറിയമേ, ലഖദ് ജിഅ്തി തീർച്ചയായും നീ ചെയ്തു വരുത്തി, ഷൈഅൻ ഒരു കാര്യം, ഫരിയ ആശ്ചര്യകരമായിട്ടുള്ള ഒരു കാര്യം. ഇത് മറിയം റളിയല്ലാഹു അൻഹ പ്രതീക്ഷിച്ച ചോദ്യമാണ് അല്ലേ. അതായത് ഭർത്താവില്ലാതെ എങ്ങനെ മറിയം റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു കുഞ്ഞ് ജനിച്ചു എന്നുള്ളത് ജനങ്ങൾ ചോദിക്കും. അതുകൊണ്ട് തന്നെ വളരെയധികം ദുഃഖിച്ചുകൊണ്ട് അള്ളാഹുവോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പത്തെ ആയത്തുകളിൽ പറഞ്ഞു. ഞാനൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് പ്രസവേദനയുടെ സമയത്ത് മറിയം റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത ആയത്തിൽ പറയുന്നു, യാ ഉഖ്ത ഹാറൂന മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ. യാ ഉഖ്ത ഹാറൂൻ, ഹാറൂന്റെ സഹോദരി. മറിയം റളിയല്ലാഹു അൻഹയുടെ കുടുംബത്തിൽ പെട്ടിട്ടുള്ള ഒരു സദ്വൃത്തനായിട്ടുള്ള ഒരു നല്ല മനുഷ്യനായിരുന്നു ഹാറൂൻ എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത്, അദ്ദേഹത്തിന്റെ സഹോദരി എന്ന നിലയിലാണ് പറയുന്നത്. യാ ഉഖ്ത ഹാറൂന, ഹാറൂന്റെ സഹോദരിയെ, മാ കാന അബൂക്കി നിന്റെ പിതാവ് ആയിരുന്നില്ല കേട്ടോ, ഇംറഅ സൗഇൻ ഒരു ദുഷിച്ച മനുഷ്യൻ, ഒരു ചീത്ത മനുഷ്യൻ, വമാ കാനത് ആയിരുന്നില്ല, ഉമ്മുക്കി നിന്റെ മാതാവ്, ബഗിയൻ ഒരു ദുർവൃത്യ അല്ലെങ്കിൽ തോന്നിയാസക്കാരി ആയിരുന്നില്ല. നീ എന്താ ഇങ്ങനെ, നിന്റെ ഉമ്മയും വാപ്പ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്നാണ് ജനങ്ങൾ യാ ഉഖ്ത ഹാറൂൻ, ഹാറൂന്റെ സഹോദരി എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് മറിയം റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നത്. അപ്പൊ മറിയം റളിയല്ലാഹു അൻഹ ചൂണ്ടിക്കാണിക്കാണ്. 29-ാമത്തെ ആയത്തിലൂടെ പറയുന്നു, ഫഅശാറത് ഇലൈഹി ഖാലു കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സ്വബിയ. അപ്പോൾ അവൾ അവന്റെ കുട്ടിയെ, അതായത് കുട്ടിയുടെ നേരെ ചൂണ്ടിക്കാട്ടി. അവർ പറഞ്ഞു, ഒരു ശിശുവായിക്കൊണ്ട് തൊട്ടിലുള്ള ഒരുവനോട് ഞങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുക? ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ. അപ്പൊ ആ കുട്ടി സംസാരിക്കാണ്. ഖാല അവൻ പറഞ്ഞു, ഇന്നി തീർച്ചയായും ഞാൻ, അബ്ദുല്ലാഹ് അള്ളാഹുവിന്റെ അടിമയാണ്, ആതാനിയൽ കിതാബ എനിക്ക് നൽകിയിട്ടുണ്ട്, അൽ കിതാബ വേദഗ്രന്ഥത്തെ, വജഅലനി എന്നെ ആക്കുകയും ചെയ്തിട്ടുണ്ട്, നബിയൻ പ്രവാചകൻ അല്ലെങ്കിൽ നബി. അവൻ പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ അടിമയാകുന്നു, എനിക്ക് അവൻ വേദഗ്രന്ഥം തന്നിരിക്കുന്നു, എന്നെ പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു. 31-ാമത്തെ ആയത്തിൽ വജഅലനി മുബാറകൻ ഐനമാ കുൻതു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ. വജഅലനി, ജഅല യജഅലു എന്ന് പറഞ്ഞാൽ ആക്കുക, ജഅലനി എന്നെ ആക്കിയിരിക്കുന്നു, വജഅലനി എന്നെ ആക്കുകയും ചെയ്തിരിക്കുന്നു, മുബാറക്കൻ അനുഗ്രഹീതൻ, ഐനമാ കുൻതു ഞാൻ എവിടെ ആയിരുന്നാലും, വഔസാനി ഔസ ആജ്ഞാപിക്കുക, വസിയത്ത് ചെയ്യുക, വഔസാനി എന്നോട് അവൻ ആജ്ഞാപിക്കുകയും ചെയ്തിരിക്കുന്നു, ബിസ്വലാത്തി നമസ്കാരത്തിനും, വസ്സകാത്തി സകാത്തിനും അല്ലെങ്കിൽ വിശുദ്ധ ധർമ്മത്തിനും, മാ ദുംതു ഹയ്യ ഞാൻ ആയിരിക്കുമ്പോഴെല്ലാം, ഹയ്യൻ എന്ന് പറഞ്ഞാൽ ജീവനുള്ളവൻ, അപ്പം ഞാൻ ജീവനുള്ളവൻ ആയിരിക്കുമ്പോഴെല്ലാം, വജഅലനി മുബാറകൻ ഐനമാ കുൻതു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ ഞാൻ എവിടെയായിരുന്നാലും എന്നെ അവൻ അനുഗ്രഹീതനാക്കിയിരിക്കുന്നു, ഞാൻ ജീവനോടെ ഇരിക്കുന്ന കാലത്തെല്ലാം നമസ്കാരവും സകാത്തും അനുഷ്ഠിക്കുവാൻ അവൻ എന്നോട് ആജ്ഞാപിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. വബർറൻ ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ ഷഖിയ. വബർറൻ ബിവാലിദതി എൻ്റെ മാതാവിന് ഗുണം ചെയ്യുന്നവനാണ് ഞാൻ. വബർറൻ ഗുണം ചെയ്യുന്നവൻ, ബിവാലിദതി എൻ്റെ മാതാവിന്, വബർറൻ ബിവാലിദതി എൻ്റെ മാതാവിന് ഗുണം ചെയ്യുന്നവനുമാണ് ഞാൻ. വലം യജഅൽനി എന്നെ ആക്കിയിട്ടില്ല, ജബ്ബാറൻ ക്രൂരൻ അല്ലെങ്കിൽ കഠിനൻ, ഷഖിയ നിർഭാഗ്യവാനായ. വബർറൻ ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ ഷഖിയ എൻ്റെ മാതാവിന് നന്മ ചെയ്യുവാനും എന്നെ അവൻ ഒരു നിർഭാഗ്യവാനായ ക്രൂരനാക്കിയിട്ടുമില്ല. വസ്സലാമു അലയ്യ
യൗമ വുലിദ്തു യൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യ. വസ്സലാം, സമാധാനം, ശാന്തി, അലയ്യ, എന്നുടെ മേൽ, യൗമ വുലിദ്തു, ഞാൻ ജനിച്ച ദിവസം, വയൗമ അമൂത്തു, ഞാൻ മരിച്ച ദിവസം, വയൗമ ഉബ്അസു, ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം, ഹയ്യൻ, ജീവനുള്ളവനായി, വസ്സലാമു അലയ്യ യൗമ വുലിദ്തു വയൗമ അമൂത്തു വയൗമ ഉബ്അസു ഹയ്യ, ഞാൻ ജനിച്ച ദിവസവും മരണപ്പെടുന്ന ദിവസവും ഞാൻ ജീവനോടെ എഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസവും എനിക്ക് സമാധാനമുണ്ടായിരിക്കും. ദാലിക ഈസ ഇബ്നു മറിയം, ദാലിക, അതാണ്, ഈസ ഇബ്നു മറിയമ, മറിയമിന്റെ മകൻ ഈസ, ഖൗലൽ ഹഖ്, സത്യത്തിന്റെ വചനം, അല്ലദീ ഫീഹി യംതറൂൻ, അല്ലദീ, യാതൊരു, ഫീഹി, അതിലുണ്ട്, യംതറൂൻ, അവൻ തർക്കിക്കുന്നു. ദാലിക ഈസ ഇബ്നു മറിയം ഖൗലൽ ഹഖ് അല്ലദീ ഫീഹി യംതറൂൻ, അതാണ് മറിയമിന്റെ മകൻ ഈസ, യാതൊന്നിൽ അവർ തർക്കമായിക്കൊണ്ടിരുന്നുവോ ആ വിഷയത്തിലുള്ള സത്യവചനം. അപ്പൊ ഇതുവരെ ഈസാ നബി അലൈഹിസ്സലാമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അള്ളാഹു പറയാണ് ദാലിക ഈസ ഇബ്നു മറിയം, അതാണ് മറിയമിന്റെ മകൻ ഈസ അലൈഹിസ്സലാം. ما كان لله أن يتخذ من ولد سبحانه إذا قضى أمرا فإنما يقول له كن فيكون. ما كان لله, ما كان, ഉണ്ടാകാവതല്ല, പാടുള്ളതല്ല, ലില്ലാഹി, അള്ളാഹുവിന്, അൻ യത്തഖിദ, സ്വീകരിക്കുക എന്നത്, മിൻ വലദിൻ, ഒരു സന്താനവും, സുബ്ഹാനഹു, അവൻ എത്ര പരിശുദ്ധനാണ്, ഇദാ ഖദ, അവൻ തീരുമാനിച്ചാൽ, അംറൻ, ഒരു കാര്യം, ഫഇന്നമാ യഖൂലു, എന്നാൽ അവൻ പറയുക മാത്രം ചെയ്യും, ലഹു, അതിനോട്, അതിനെക്കുറിച്ച്, കുൻ, ഉണ്ടാവുക എന്ന്, ഫയക്കൂൻ, അപ്പോൾ അത് ഉണ്ടാവുകയും ചെയ്യും. ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്നത് അള്ളാഹുവിന് ഉണ്ടാകാവതല്ല തന്നെ. അവൻ എത്ര പരിശുദ്ധൻ. അവനൊരു കാര്യം തീരുമാനിക്കുന്നതായാൽ ഉണ്ടാവുക എന്ന് മാത്രം അതിനോട് അവൻ പറയുന്നു, അപ്പോഴത് ഉണ്ടാകുന്നതാകുന്നു. 36-ാമത്തെ ആയത്ത്, വഅന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅ്ബുദൂഹ് ഹാദാ സിറാത്തും മുസ്തഖീം. വഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, നിശ്ചയമായും അല്ലാഹു, റബ്ബി, എൻ്റെ രക്ഷിതാവാണ്, വറബ്ബുക്കും, നിങ്ങളുടെയും രക്ഷിതാവാകുന്നു, ഫഅ്ബുദൂഹു, അതുകൊണ്ട് അവനെ നിങ്ങൾ ആരാധിക്കുവിൻ, ഹാദാ സിറാത്തും മുസ്തഖീം, ഇത് ആണ് യഥാർത്ഥ മാർഗം. സിറാത്തും മുസ്തഖീം, മുസ്തഖീം എന്നാൽ ചൊവ്വായ, സിറാത്ത് മാർഗം, വഴി. ഈസാ നബി അലൈഹിസ്സലാമ പ്രഖ്യാപിക്കുകയാണ്, നിശ്ചയമായും അള്ളാഹു എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവാകുന്നു, ആകയാൽ നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുവിൻ, ഇതത്രേ ചൊവ്വായ മാർഗം. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാമയാണ് ആദ്യം ഇത് പറയുന്നത്. മറിയം റളിയല്ലാഹു അൻഹ അവരോട് പിന്നെ കുട്ടിയുമായി ചെന്ന സമയത്ത് പറയാണ്, നിന്റെ ഉമ്മയും അപ്പയും ഒന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഭയങ്കര ആശ്ചര്യം നിറഞ്ഞൊരു കാര്യം തന്നെ കേട്ടോ, നീ ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്ന രൂപത്തിലുള്ളൊരു സംസാരം ജനങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. യാ ഉഖ്ത ഹാറൂൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതായത് അവരുടെ കുടുംബത്തിൽ പെട്ടിട്ടുള്ള ഒരു നല്ല മനുഷ്യനായിരുന്നു ഹാറൂൻ എന്ന് പറയുന്നത്. ആ ഹാറൂൻ്റെ സഹോദരി, നിന്റെ ഉമ്മയും ഉപ്പയും ഇങ്ങനെ ആയിരുന്നില്ല, എന്നിട്ടും നീ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് പറയാണ്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്, നേരെ കുട്ടിയുടെ നേരെ ചൂണ്ടാണ്. അപ്പോൾ അവർ ചോദിക്കുന്നു, കൈഫ നുക്കല്ലിമോ, ഞങ്ങൾ എങ്ങനെ സംസാരിക്കാനാണ്, തൊട്ടിലിലുള്ള ഈ കുഞ്ഞു കുട്ടിയോട്, ഈ ശിശുവിനോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കാനാണ് എന്ന് ചോദിക്കാണ്. അപ്പോൾ തന്നെ ഈസാ നബി അലൈഹിസ്സലാം കുട്ടിയായിരിക്കെ തന്നെ തൊട്ടിലിൽ നിന്ന് തന്നെ പറയുന്നു, ഖാല ഇന്നി അബ്ദുള്ള, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, അത്താനിൽ കിതാബ, എനിക്ക് വേദഗ്രന്ഥം നൽകുകയും ചെയ്തിട്ടുണ്ട്, വജഅലനി നബിയ, എന്നെ പ്രവാചകനാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് വല്ലാത്തൊരു സമാധാനവും സന്തോഷമൊക്കെ മറിയം റളിയല്ലാഹു അൻഹയ്ക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകും. കാരണം അവർ പല രൂപത്തിൽ മറിയം റളിയല്ലാഹു അൻഹയെ അപഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യാണ്. നീ ഇങ്ങനത്തെ ഒരു സ്ത്രീ ആയിരുന്നല്ലോ അല്ലേ എന്ന് പറയണം. അപ്പോൾ ആ സമയത്ത് തൻ്റെ ശിശുവായിരിക്കുന്ന തൻ്റെ കുഞ്ഞ് തൊട്ടിലിൽ വെച്ചുകൊണ്ട് സംസാരിക്കുകയാണ്, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, അള്ളാഹു എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വേദഗ്രന്ഥം നൽകുകയും
എന്നെ നബിയാക്കി പ്രവാചകനാക്കി മാറ്റുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയാണ്. അതുപോലെ തന്നെ എന്നെ മുബാറക്കാക്കിയിട്ടുണ്ട്. ഞാൻ എവിടെ ആയിരുന്നാലും എന്നെ അനുഗ്രഹീതനാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ നമസ്കാരവും സകാത്തും നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നെ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് ആജ്ഞാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ചെയ്യാണ്. അതുപോലെ തന്നെ എൻ്റെ ഉമ്മക്ക്, എൻ്റെ മാതാവിന് നന്മ ചെയ്യാനും എന്നോട് കൽപ്പിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും കഠിന ഹൃദയനോ ഡമ്പുള്ള ഒരു അഹങ്കാരിയോ നിർഭാഗ്യവാനായിട്ടുള്ള ഒരാളോ അല്ല. അപ്പോൾ മാതാവിന് നന്മ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൻ്റെ മാതാവ് എത്രത്തോളം നല്ലൊരു സ്ത്രീ ആയിരുന്നു എന്ന് പറഞ്ഞു വെക്കുക കൂടിയാണ് ഈ ആയത്തിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ ജനിച്ച ദിവസവും മരിക്കുന്ന ദിവസവും ജീവനോടെ എഴുന്നേൽപ്പിക്കുന്ന ദിവസവും ഒക്കെ എനിക്ക് സമാധാനവും ശാന്തിയും ഒക്കെ ഉണ്ടാകുമെന്ന് പറയാണ്. അപ്പം അള്ളാഹു പറയുന്നു, ദാലിക ഈസ ഇബ്നു മറിയം, ഇതാണ് മറിയമിൻ്റെ മകൻ ഈസ അലൈഹിസ്സലാം. ഖൗലൽ ഹഖ്, അല്ലേ, സത്യത്തിൻ്റെ വചനം. അല്ലദീ ഫീഹി യംതറൂൻ, ഇങ്ങനെ തർക്കിച്ചു കൊണ്ടിരുന്നില്ലേ, അതിൻ്റെ സത്യത്തിലുള്ള വചനം ഇതാണ് എന്ന് പറയുന്നു. അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്നുള്ളത് അത് അള്ളാഹുവിന് പറ്റുന്ന ഒരു കാര്യമല്ല. അവൻ പരിശുദ്ധനാണ്. അവനൊരു കാര്യം തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനോട് ജസ്റ്റ് ഒന്ന് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മതി, അതപ്പോൾ തന്നെ ഉണ്ടാകുമെന്നാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം പറയാണ്, ഇതെൻ്റെയും നിങ്ങളുടെയും ഒക്കെ രക്ഷിതാവാണ്, അതുകൊണ്ട് നിങ്ങൾ അവനെ ആരാധിക്കുവിൻ, ഇതാണ് ചൊവ്വായ മാർഗം എന്ന് ഈസാ നബി അലൈഹിസ്സലാം പറയാണ്. നമുക്കറിയാം, ക്രിസ്ത്യാനികളുടെ വാദം എന്ന് പറയുന്നത് ഈസാ നബി അലൈഹിസ്സലാം ദൈവപുത്രനാണ് എന്നതാണ്. അതുപോലെ തന്നെ യഹൂദികൾ വാദിക്കുന്നത് വ്യഭിചാരപുത്രനാണ്. മറിയം ഒരു വ്യഭിചാരിയായിരുന്നു, അവർക്കുണ്ടായിരുന്ന ഒരു കുഞ്ഞാണ് ഈസാ നബി അലൈഹിസ്സലാം എന്നതാണ് യഹൂദികൾ വാദിക്കുന്നത്. ഈ ഈസാ നബി അലൈഹിസ്സലാം ദൈവപുത്രനാണ് എന്ന സിദ്ധാന്തം പ്രചരിപ്പിച്ചത് പൗലോസ് അല്ലെങ്കിൽ സെന്റ് പോൾ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത് ആദമിൻ്റെ സന്തതിയായിട്ടുള്ള മനുഷ്യൻ ജന്മനാ പാപിയാണ് എന്നതാണ്. ഇതിൻ്റെ ഒരു ബേസിലാണ്, ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇങ്ങനൊരു സിദ്ധാന്തം പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ ഈ പാപത്തിൽ നിന്ന് മുക്തി ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു പരിഹാരം അനിവാര്യമായി തീരുകയും അതിനു വേണ്ടിയിട്ട് ദൈവകാരുണ്യം ദൈവപുത്രൻ്റെ രൂപത്തിൽ അവതരിച്ച് അതിന് ആത്മാർപ്പണം ചെയ്തുവെന്നും ഈ ഒരു രക്തം ഉപയോഗിച്ച് മനുഷ്യൻ്റെ പാപത്തെ കഴുകിക്കളയുക മാത്രമാണ് അതിന് പരിഹാരമെന്നുമാണ് ഈ ഒരു സിദ്ധാന്തത്തിലൂടെ സെന്റ് പോൾ പറയുന്നത്. എന്നാൽ ഈ ഒരു വാദത്തെ ഖുർആൻ എതിർക്കുകയാണ് ചെയ്യുന്നത്. വളരെ ശക്തമായിക്കൊണ്ട് അള്ളാഹു ഇതിനെ എതിർക്കാണ്. കാരണം അള്ളാഹുവിൻ്റെ അനാശ്രയത്വവും സാർവത്രികമായിട്ടുള്ള കഴിവും സൃഷ്ടിഗുണങ്ങളിൽ നിന്നെല്ലാമുള്ള പരിശുദ്ധിയും ഇവിടെ ഖുർആൻ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യരുടെ പാപ പരിഹാരത്തിനു വേണ്ടിയിട്ട് ഒരു മനുഷ്യനെ മകനായി സ്വീകരിച്ചുകൊണ്ട് കുരിശിൽ കയറ്റുകയല്ലാതെ വേറെ മാർഗമില്ലെന്ന് വരത്തക്കവണ്ണം അത്രയും ബലഹീനനല്ല അള്ളാഹു എന്നതാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ സ്ഥാപിക്കുന്നത്. പിതാവില്ലാതെ ജനിച്ചതുകൊണ്ടോ ഈസാ നബി അലൈഹിസ്സലാം മനുഷ്യനാകാതിരിക്കുകയോ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടിമയാകാതിരിക്കുകയോ ചെയ്യുന്നില്ല. ഏതൊരു കാര്യവും അള്ളാഹു ഉണ്ടാകണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ മാത്രമേ വേണ്ടൂ. ആ ഒരു ഉദ്ദേശം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ അതുണ്ടായിത്തീരും. കുൻ ഫയക്കൂൻ, അപ്പോൾ അത് ഉണ്ടായിത്തീരുകയും ചെയ്യും എന്നതാണ് ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഈസാ നബി അലൈഹിസ്സലാം പിതാവ് ഇല്ലാതെ ജനിച്ചതുകൊണ്ട് അദ്ദേഹം മനുഷ്യരല്ല, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടിമയാകാൻ കഴിയുകയില്ല എന്ന് വാദിക്കുന്നവരോട് പറയാനുള്ളത് ആദം നബി അലൈഹിസ്സലാമയുടെ ജനനം ഇതിനേക്കാൾ അത്ഭുതം നിറഞ്ഞതാണ് എന്നതാണ്. നമ്മൾ പറയുന്ന പ്രകൃതിയല്ല ആദം നബി അലൈഹിസ്സലാം എന്ത് ചെയ്തിട്ടുള്ളത്, ജനിച്ചിട്ടുള്ളത്. ആദം നബി അലൈഹിസ്സലാമക്ക് പിതാവോ മാതാവോ ഇല്ല എന്ന് കരുതി ആദം നബി അലൈഹിസ്സലാം മനുഷ്യനാകാതിരിക്കുകയോ അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടിമയാകാതിരിക്കുകയോ ചെയ്തിട്ടില്ല. നമുക്കറിയാം, സൂറത്ത് ആല ഇമ്രാനിലെ 59 ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്ന മസല ഈസ ഇൻദില്ലാഹ് കമസലി ആദം ഖലഖഹു മിൻ തുറാബിൻ സുമ്മ ഖാല ലഹു കുൻ ഫയക്കുൻ. ഈസാ നബി അലൈഹിസ്സലാമക്ക് സമാനമായിട്ടുള്ളത് തന്നെയാണ് കമസലി ആദം. എന്തിലേക്കാണ് ചേർക്കുന്നത്? ആദം അലൈഹിസ്സലാമിലേക്കാണ് ചേർക്കുന്നത്. അദ്ദേഹത്തെ പോലെ തന്നെയാണ് ഈസാ നബി അലൈഹിസ്സലാമയെയും സൃഷ്ടിച്ചിട്ടുള്ളത്. ഖലഖഹു, അദ്ദേഹത്തെ സൃഷ്ടിച്ചിരിക്കുന്നു, മിൻ തുറാബിൻ, മണ്ണിൽ നിന്ന്,
സുമ്മ ഖാല ലഹു, എന്നിട്ട് അതിനോട് പറഞ്ഞു, കുൻ ഫയക്കുൻ, നീ ഉണ്ടാവുക, അപ്പോൾ അത് ഉണ്ടാവുകയും ചെയ്യുന്നു. സൂറത്ത് ആൽ ഇംറാനിലെ 59-ാമത്തെ ആയത്തിൽ വളരെ കൃത്യമായിക്കൊണ്ട് അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാര്യം പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ആദം നബി അലൈഹിസ്സലാം ജനിച്ചില്ലേ, മാതാവും പിതാവും ഒന്നുമില്ലാതെ മണ്ണിൽ നിന്ന് അള്ളാഹു ആദം നബി അലൈഹിസ്സലാമയെ സൃഷ്ടിച്ചില്ലേ. അപ്പോൾ പിന്നെ പിതാവില്ലാതെ ഈസാ നബി അലൈഹിസ്സലാമയെ സൃഷ്ടിക്കുന്നതിനാണോ അള്ളാഹുവിന് പണിയുള്ളത്? അല്ലേ? അതുകൊണ്ട് ഇതൊരിക്കലും ഒരു ദൈവപുത്രനോ അല്ലെങ്കിൽ ഒരു വ്യഭിചാരപുത്രനോ അല്ല. അള്ളാഹു മറിയം റളിയല്ലാഹു അൻഹയ്ക്ക് പുരുഷ സ്പർശമേൽക്കാതെ ഉണ്ടാകണം, ഒരു കുഞ്ഞുണ്ടാകണം എന്ന് അള്ളാഹു വിചാരിച്ചു. അത് ആ രൂപത്തിൽ അള്ളാഹു ഉണ്ടാക്കുകയും ചെയ്തു എന്നതാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈസാ നബി അലിഹിസ്സലാമയുടെ ജനന കഥാവിവരണത്തിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന ചില പാഠങ്ങളുണ്ട്. അതിലൊന്നാമത്തേത്, നമ്മൾ മനസ്സിലാക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന പ്രകൃതി നിയമങ്ങൾ നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പതിവുകളിൽ നിന്ന് നമ്മൾ എത്തിച്ചേരുന്ന നിഗമനങ്ങൾ മാത്രമാണ്. ഏതൊരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിലും അതിനൊരു കാര്യകാരണ ബന്ധമുണ്ടാകണം എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരു കുഞ്ഞ് ജനിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ സ്ത്രീ പുരുഷ ബന്ധം നടക്കണമെന്നത് ഒരു പ്രകൃതി നിയമമാണ്. എന്നാൽ ഈ ലോകത്ത് നടപ്പിലാക്കിയിട്ടുള്ള കാര്യകാരണ ബന്ധങ്ങൾ ഒരിക്കലും സുസ്ഥിരവും അഖണ്ഡവുമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രകൃതി നിയമങ്ങളെ മാറ്റുവാൻ അത് സൃഷ്ടിച്ച അള്ളാഹുവിന് കഴിയുമെന്നത് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കഴിവിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. അതൊരു പക്ഷേ നമ്മൾ സൃഷ്ടികൾക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അപ്പം ഇതിനൊരു ഉദാഹരണമാണ് ഈസാ നബി അലൈഹിസ്സലാമയുടെ ജനന സംഭവം, അല്ലേ? നമ്മൾ ആലോചിക്കുമ്പോൾ പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതായത് നമ്മൾ പതിവായി കാണുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. കാര്യകാരണ ബന്ധം ഇതിനില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ പ്രകൃതി നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് പടച്ചോനാണല്ലോ. അതിനെ മാറ്റിമറിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു എന്നുള്ളത് നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തുവാനോ പ്രയാസമായി വരുന്നൊരു സന്ദർഭത്തിൽ, അല്ലെങ്കിൽ അവരതിനെ വിലമതിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മൗനം അവലംബിക്കുക എന്നുള്ളത് വളരെ ഉചിതമായിട്ടുള്ളൊരു കാര്യമാണ്. എന്ത് മനസ്സിലാക്കാം, മറിയം അലൈഹിസ്സലാം ഒരു വ്യഭിചാരിയല്ല, അല്ലെങ്കിൽ ഒരു പുരുഷ സ്പർശവും ഏൽക്കാതെയാണ് തനിക്ക് കുഞ്ഞ് ജനിക്കുന്നത്. അത് അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയാണ്, അല്ലെങ്കിൽ അള്ളാഹു തനിക്ക് നൽകുന്നതാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ആ സമയത്ത് അവരെന്താണ് ചെയ്തത്? നോമ്പെടുക്കുകയാണ് ചെയ്തത്. അതായത് ജനങ്ങളോട് സംസാരിക്കാതെ മൗനം അവലംബിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്കും ഉണ്ടാക്കിയെടുക്കാം. അതായത് നമ്മുടെ ജീവിതത്തിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. പല കാര്യങ്ങളും നമുക്ക് എത്രത്തോളം അത് സത്യമാണെന്നുണ്ടെങ്കിൽ പോലും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയാതിരിക്കുന്ന സമയത്ത് മൗനം അവലംബിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജി ഇതുപോലെ നമുക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ്. മൂന്നാമത്തേത്, നമസ്കാരവും ജക്കാത്തും ഈ സമുദായത്തിൽ എന്ന പോലെ എല്ലാ സമുദായങ്ങളിലും അല്ലെങ്കിൽ മുൻ സമുദായങ്ങളിൽ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള 2 പുണ്യ കർമ്മങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കാം. നാലാമത്തേത്, ഒരാൾ നിഷ്കളങ്കനും സത്യവാനുമാണ്, എന്നാൽ അദ്ദേഹത്തെ ജനങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? തള്ളിക്കളയുന്നുണ്ട്, ഉപേക്ഷിക്കുന്നുണ്ട്, ആരും അംഗീകരിക്കുന്നില്ല. ഈ ഒരു സമയത്ത് അള്ളാഹുവിൻ്റെ പ്രത്യേക സംരക്ഷണത്തിൽ ആയിരിക്കും അയാൾ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം. പല സമയത്തും നമ്മളെ ദീൻ പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ പേരിൽ, അത് അധർമ്മമാണ്, അധാർമികതയാണ് എന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ പേരിൽ പല ആളുകളും നമ്മൾ ഒറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കാം. എന്നാൽ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജനങ്ങൾ നമ്മളെ ഒറ്റപ്പെടുത്തിയാലും അള്ളാഹു നമ്മുടെ കൂടെയുണ്ടാകും. അവൻ്റെ പ്രത്യേകമായിട്ടുള്ള സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഈ ദുനിയാവിലും പരലോകത്തും ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തെ ഇതിനനുസരിച്ച് ക്രമപ്പെടുത്തുക. നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.